ഉത്തരേന്ത്യയിൽ കനത്ത ശൈത്യം തുടരുന്നു. ഡൽഹിയിൽ 8.6 ഡിഗ്രിയാണ് ഇന്ന് രാവിലെ രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില. പഞ്ചാബ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും തണുപ്പ് കൂടി. ജമ്മു കശ്മീരിലും ഹിമാചലിലും പല സ്ഥലങ്ങളിലും മഞ്ഞുവീഴ്ച തുടരുന്നുണ്ട്. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നു. അനൂപ്, തണുപ്പ് വലിയ സുഖമുള്ള അവസ്ഥയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഈ മഞ്ഞൊക്കെ കുറച്ചു സമയത്തേക്ക് പോയി കണ്ട് തിരികെ പോരാമെന്നല്ലാതെ നിരന്തരം അതേ കാലാവസ്ഥയിൽ തുടരുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? എങ്ങനെയുണ്ട് അവിടങ്ങളിൽ ശൈത്യവും കാലാവസ്ഥയും ഒക്കെ അനൂപേ? കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ തണുപ്പിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത്. ഇപ്പോൾ ഡൽഹിയിലാണെങ്കിൽ 8.6 ഇന്ന് രേഖപ്പെടുത്തിയ ഇന്ന് രാവിലെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില. കടുത്ത തണുപ്പാണ്. ആളുകളൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ കാണാം. ഡൽഹിയിൽ നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്ത് കടുത്ത തണുപ്പാണെങ്കിൽ പോലും ആളുകൾ സജീവമായി അവരുടെ ജീവിതവും അതേപോലെ അവരുടെ തൊഴിലും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇതാ ഇപ്പോൾ കാണുന്ന കാഴ്ച ഡൽഹിയിൽ നമ്മൾ നിത്യവും കാണുന്നതാണ്. ഈ മുടിവെട്ട് കടകളൊക്കെ റോഡിനോട് ചേർന്ന്, അതേപോലെ ആളുകൾ തന്നെ നോക്കിയാലേ ഒരു കുപ്പായം, അതിന് മുകളിൽ ഒരു ജാക്കറ്റ് അല്ലെങ്കിൽ വേറൊരു കുപ്പായം ഒക്കെ ഇട്ടുകൊണ്ടാണ് ആളുകൾ ഇറങ്ങുന്നത്. ഇതാ കടയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ആളുകൾ രാവിലെ സജീവമായി പണിക്കൊക്കെ പോയാൽ ഇറങ്ങിയതാണ്. പക്ഷേ തണുപ്പായതുകൊണ്ട് ഡ്രസ്സിന് പുറമെ ചെവിയൊക്കെ അടക്കി കെട്ടിയൊക്കെ ആളുകൾ റോഡിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് അത്രയധികം പ്രയാസപ്പെട്ടാണ് ആളുകൾ ഈ തണുപ്പ് കാലത്ത് അതിജീവിച്ച് പോകുന്നത്. എന്തായാലും ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി, ഒരു 3 ആഴ്ച കൂടി ഈ ഒരു തണുപ്പ് തുടരും. പിന്നീട് ഇങ്ങനെ കുറഞ്ഞു പോകുന്ന സ്ഥിതിയായിരിക്കും ഉണ്ടാവുക. ഡൽഹിയിൽ മാത്രമല്ല, ഉത്തർപ്രദേശിൽ 9 ഡിഗ്രിയാണ് ഇന്ന് താപനില ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത്. മുകളിലേക്ക് പോകുമ്പോൾ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ഈ 3 സ്ഥലങ്ങളിലും കനത്ത തണുപ്പിന് പുറമെ മഞ്ഞ് വീഴ്ചയുണ്ട്. മഴ പോലെ മഞ്ഞ് പെയ്യുന്ന കാഴ്ചയുണ്ട്. മണാലിയിലൊക്കെ ഇപ്പോഴും വാഹനങ്ങൾ നിരവധിയായി കുടുങ്ങിക്കിടക്കുന്ന പ്രയാസം അനുഭവിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരാഴ്ച, അതായത് പുതുവർഷ പുലരിയൊക്കെ ആകുമ്പോഴത്തേക്ക് കനത്ത മഞ്ഞ് വീഴ്ചയിലേക്ക് ഉത്തരേന്ത്യ പോകും. ജനുവരി 2-ാമത്തെയും 3-ാമത്തെയും ആഴ്ചയൊക്കെ ആകുമ്പോൾ കുറച്ചൊരു കുറവുണ്ടാവുകയുള്ളൂ. എന്തായാലും ഇന്നും കടുത്ത തണുപ്പിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ ഡൽഹിയിലുള്ളവരും ഉത്തരേന്ത്യയിലുള്ള ആളുകൾ.